എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടത്തിൽ പൊതിഞ്ഞൊരു മധുരവടയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇതൊരു 4 മണി പലഹാരമായി കഴിക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 200 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോകാതെ ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. കുക്കറിൽ വയ്ക്കരുത്. തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. 1/4 സ്പൂൺ നെയ്യൊഴിച്ച് തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ചെറുപയർ പരിപ്പെടുത്ത അതേ ബൗളിലാണ് 1.5 ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഈർപ്പം മാറി വരാനാണ് ഇങ്ങനെ വറുക്കുന്നത്. ഈർപ്പം മാറിയിട്ടുണ്ട്. ഇനി പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ. ഉടഞ്ഞു പോകാതെ ഇരിക്കണം. തട്ടി കൊടുക്കാം. $250 ഗ്രാം ശർക്കര കട്ടിക്ക് ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റോളം വരട്ടി കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി ചേർക്കാം. ആവശ്യത്തിന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. പപ്പടവടയ്ക്ക് ആവശ്യമായ പപ്പടം നമുക്ക് വെള്ളത്തിൽ നനച്ച് വയ്ക്കാം. ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ബൗളിൽ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുകയാണ്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി കലക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഇത്രയും കട്ടിയായിരിക്കണം. വരട്ടിയ ഈ കൂട്ട് ഓരോ പപ്പടത്തിലായി പൊതിഞ്ഞെടുക്കാം. എല്ലാം ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി മുക്കി ഓരോന്നായി പൊരിച്ചെടുക്കാം. ഒന്നായിട്ട് മുക്കിയെടുക്കണം.
മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. മധുരവട എല്ലാം റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടണം.